ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മാർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. ഒരു തളർവാദ രോഗിയെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ മേൽക്കൂര പൊളിച്ച് ഒരു കട്ടിലിൽ കിടത്തി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കെട്ടിയിറക്കി അങ്ങനെ അദ്ദേഹത്തെ അനുഗ്രഹം ലഭിച്ച വചനഭാഗമാണിത്. നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര സാഹസികമായാണ് മനുഷ്യരൊക്കെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. വചനം തുടങ്ങുന്നത് യേശു കഫർനാമിൽ എത്തിയെന്നറിയുമ്പോൾ ആ വാർത്ത നാടെങ്ങും പ്രചരിക്കുന്നു. വാതിൽക്കലടുക്കൽ എത്താൻ കഴിയാത്ത വിധം വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടാവുകയാണ്. മഹത്വമുള്ള ക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞു. അവൻ്റെ അടുക്കൽ വരുന്നവരൊക്കെ പിന്നീട് പുതിയ മനുഷ്യരായി തിരിച്ചു പോകുമെന്ന ബോധ്യം അവർക്കുണ്ടായി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൺവെട്ടത്തെത്താനുള്ള ശ്രമമായിരുന്നു എല്ലാവരുടെയും. ഒരു വലിയൊരു ജനക്കൂട്ടമാണ് അതിൻ്റെ പേര്. അങ്ങനെ എല്ലാവരും ക്രിസ്തുവിനെ കാണാനായി തിക്കും തിരക്കും കൂട്ടുമ്പോൾ ചിലർ മാത്രം അതിസാഹസികമായി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. സ്നേഹമുള്ളവരെ, ഇങ്ങനെ അതിസാഹസികമായി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നവരെയാണ് സഭ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. ഇന്ന് 4 പേർ ചേർന്ന് മേൽക്കൂര പൊളിച്ച് അവർ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ഒരാളെ എത്തിക്കുകയാണ്. വിശുദ്ധരുടെ ജീവിതമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും സഞ്ചരിച്ച പാതയിലൂടെയല്ല അവർ സഞ്ചരിച്ചത്. എല്ലാവരും സാധാരണഗതിയിൽ പ്രാർത്ഥിച്ചും ജീവിച്ചും അവർ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ വലിയ ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞ്, വലിയ സമർപ്പണത്തിൻ്റെ കഥ പറഞ്ഞ്, വലിയ രക്തസാക്ഷിത്വത്തിൻ്റെ കഥ പറഞ്ഞ് അവർ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തി. അവർക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലെത്താൻ വലിയ വലിയ വില കൊടുക്കേണ്ടി വന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ അടുത്തെത്താൻ എന്ത് വിലയാണ് ഈ ജീവിത കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ളത്? ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുമ്പോഴും ഈ ജീവിത കാലഘട്ടത്തിനിടയിൽ ക്രിസ്തുവിന് വേണ്ടി നാം എന്താണ് നഷ്ടമാക്കിയത്? എന്താണ് വേണ്ട എന്ന് വയ്ക്കാൻ തയ്യാറായത്? എന്താണ് വേണമെന്ന് വയ്ക്കാൻ തയ്യാറായത്? പ്രിയമുള്ളവരെ, എല്ലാവരും സഞ്ചരിക്കുന്ന പാത അത് സാധാരണ പാതയാണ്. പക്ഷേ ഇനി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്താൻ ആ സാധാരണ പാത മതിയാവില്ല എന്ന് തോന്നുന്നു. കുറച്ചുകൂടി അതിസാഹസ്യമായി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ എത്തുന്നവർക്ക് ക്രിസ്തു സമീപസ്ഥനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ഉപവാസവും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ പുണ്യപ്രവൃത്തികളും വലിയ ത്യാഗവും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല എന്ന് ഓർക്കുകയാണ് ഈ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ സാരാംശം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.